ഓം ശാന്തി. എത്ര തന്നെ പരിശ്രമിച്ചിട്ടും ടൂൾ ഉപയോഗിക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ട്, ഞാനതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് ഞാൻ വിചാരിച്ചതായിരിക്കുന്ന എൻ്റെ ഡ്രീം എനിക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തു നോക്കണം. മനസ്സിലാക്കിയെടുത്തോളം പലതവണ നമ്മൾ ശ്രമിച്ചിട്ടും എല്ലാ വിധികൾ ചെയ്തിട്ടും ഒരിക്കലും നമ്മുടെ തോട്ട്സ് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ എനർജി ക്രിയേറ്റ് ചെയ്തു, നമ്മളെ ശ്രദ്ധിച്ചു, പോസിറ്റീവായിട്ടുള്ള ലെസൺസ് പഠിച്ചു, മെഡിറ്റേഷൻ ചെയ്തു, ടൂൾ ഉപയോഗിച്ചു, അഫർമേഷൻ ചെയ്തു, ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം ഒരു റിസൾട്ട് ഒരിക്കലും നമ്മളിലേക്ക് വരാതിരിക്കില്ല. അഥവാ വരുന്നില്ല എങ്കിൽ മനസ്സിലാക്കുക, ആ റിസൾട്ട് വരാൻ സമയത്ത് വേണ്ടതായിരിക്കുന്ന റിസീവിങ് മൂഡിലേക്ക് നമ്മൾ മാറിയിട്ടില്ല എന്നർത്ഥം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഒരു ഫ്ലിപ്കാർട്ടിൽ ഒരു കാര്യം വാങ്ങാൻ വേണ്ടി ബുക്ക് ചെയ്ത സാധനം ഓർഡർ എൻ്റെ അടുത്ത് വരികയും ചെയ്തു. ഓർഡർ വരുന്ന സമയത്ത് ആ വാങ്ങാൻ വേണ്ടി ഞാൻ അവിടെ ഇല്ല. ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം വന്ന് നോക്കി. നമ്മൾ ആ സാധനം വാങ്ങാൻ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക? അത് തിരിച്ച് വന്നിടത്തേക്ക് തന്നെ പോകും. ഇത് പലപ്പോഴും നമ്മുടെ ലൈഫിലും സംഭവിക്കും. നമ്മളൊരു കാര്യത്തിന് വേണ്ടി നന്നായിട്ട് പരിശ്രമിക്കുന്നു, ശ്രദ്ധിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, ആ ടൂൾ ഉപയോഗിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞ ശേഷം അത് റിസീവ് ചെയ്യേണ്ട മൂഡ് വരുമ്പോഴേക്കും നമ്മൾ മറ്റൊരു മൂഡിലേക്ക് മാറി. ഒന്നുകിൽ നിരാശയുടെ മൂഡിൽ, അല്ലെങ്കിൽ ഇറിറ്റേഷൻ്റെ മൂഡിൽ, അല്ലെങ്കിൽ വിഷമത്തിൻ്റെ മൂഡിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൂഡുകളിലേക്ക് നമ്മുടെ മെൻ്റൽ സ്റ്റേജ് മാറുന്നതോട് കൂടിയിട്ട് അത് റിസപ്ഷനുള്ളതായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറിപ്പോവുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്നുണ്ടായിരിക്കും, പക്ഷെ ആ വരുന്ന സമയത്ത് എൻ്റെ സ്ഥിതി അനുസരിച്ച് മാത്രമേ അതിനെന്നെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത് വരാതെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മൂഡിലേക്ക് അല്ലെങ്കിൽ വേറെ എവിടേക്കും മാറിപ്പോകുമ്പോൾ അത് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ടൂള് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കാര്യം പ്രാക്ടിക്കലാക്കാൻ വേണ്ടി അതിനുള്ള എല്ലാ എഫേർട്ടും നിങ്ങൾ എടുത്തിട്ടുണ്ട് എങ്കിൽ, അതിന് വേണ്ടതായിരിക്കുന്ന പ്രിൻസിപ്പിൾസ് എല്ലാം നമ്മുടെ ലൈഫിൽ സാധനയാക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അതിന് വേണ്ട ആക്ഷൻ പ്ലാൻ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷവും നിങ്ങളടുത്ത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, നിങ്ങൾ മറ്റൊന്നും ചെയ്യാനില്ല. ഇനി ഒരു കാര്യം കൂടെ ആഡ് ചെയ്യേണ്ടിയിരിക്കുന്നു, റിസീവിങ് എന്ന് ചിലർത്ഥം. നമുക്ക് ഇതിനെങ്ങനെയാണ് റിസീവിങ് മോഡ് ക്രിയേറ്റ് ചെയ്യുക? ഗ്രാറ്റിറ്റ്യൂഡ്. എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയുന്നുണ്ടോ, എത്രത്തോളം നന്ദി നമ്മൾ പറയുന്നുണ്ടോ, അത്രയും ആ കാര്യം നമ്മളിലേക്ക് റിസീവ് ചെയ്യപ്പെടും. അതുകൊണ്ട് റിസീവിങ് മൂഡ് എന്ന് പറയുന്നത് കിട്ടി എന്നുള്ള നന്ദിയാണ്. ഇപ്പം ഞാനൊരു കാര്യം കിട്ടാൻ വേണ്ടി അത് 5 ദിവസത്തെ 5-5-5 എന്ന മെത്തേഡ് ചെയ്തു, അല്ലെങ്കിൽ 2 കപ്പ് മെത്തേഡ് ഞാൻ 2 ആഴ്ച ചെയ്തു, അല്ലെങ്കിൽ 24 hours മാനിഫെസ്റ്റേഷൻ ചെയ്തു. ഇങ്ങനെ ഏതെങ്കിലും പ്രോസസ്സ് നമ്മൾ നിരന്തരം ചെയ്ത ശേഷം അത് വിട്ടുകഴിഞ്ഞാലും പ്രോസസ്സ് നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ പോലും ആ കിട്ടിയതിൻ്റെ പേരിൽ താങ്ക്സ് പറയാൻ മറക്കരുത് ഒരിക്കലും. അത് ഡെയിലി ചെയ്യണം, 2 നേരവും ചെയ്യണം. പറ്റിങ് എത്ര തവണ പറ്റുമോ അത്ര തവണ നിങ്ങൾ പറയണം. എത്ര തവണ കൂടുതൽ താങ്ക്സ് പറയുന്നുണ്ടോ അത്രയും അത് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. വരുമ്പോൾ അത് റിസീവിങ് മൂഡിൽ നിങ്ങളായിരിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഡ്രീം ഒരിക്കലും നടക്കാതെ പോവില്ല. അതുകൊണ്ട് നിരന്തരമായിട്ട് പരിശ്രമവും ഒപ്പത്തിനൊപ്പം തന്നെ റിസപ്ഷനുള്ളതായിട്ടുള്ള മൂഡും റിസീവിങ് മൂഡും രണ്ടും, അതാണ് ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ്, ഒന്ന് നമ്മുടെ ആക്ഷൻ, മറ്റൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ്. ഈ 2 കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.